Hi friends, I am Rekha Sangeet, Sailor Boutique, Muvattupuzha. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ പ്രൊമോഷൻ അല്ല, ഇപ്പോൾ നമ്മുടെ എൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരാനുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ടീച്ചിങ് ഫീൽഡിലായിരുന്നു. ഒരു സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന മീൻസ് +2 ലെവലിലൊക്കെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ജോലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ഒക്കെ എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു. മീൻസ് അന്നേരവും ഞാൻ ആ ഒരു ടീച്ചിങ് ടൈമിലും സ്വന്തമായിട്ടൊക്കെ എനിക്ക് സ്റ്റിച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ആക്ച്വലി ഒരു മെൻസ് വെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ക്രൈസിസ് വന്ന ടൈമിൽ അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരികയും അത് നല്ല രീതിയിൽ സക്സസ് ആക്കി കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റി. അങ്ങനെ 2012 മൂവാറ്റുപുഴയിൽ സൈൽവിന ബൊട്ടീക്ക് എന്ന സ്ഥാപനം തുടങ്ങി. ആദ്യം ഒരു ചെറിയ ഷോപ്പായിരുന്നു. അതിൽ നിറയെ വെറൈറ്റീസ്, അതായത് കൂടുതലും നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് ആയിരുന്നു ആ സമയത്ത് ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പോർഷൻ എപ്പോഴും ഞാൻ റണ്ണിങ് മെറ്റീരിയൽസ് കീപ്പ് ചെയ്ത് നല്ല വെറൈറ്റി കളക്ഷൻസ് കീപ്പ് ചെയ്തിരുന്നു. മൂവാറ്റുപുഴയിലുള്ള നമ്മളുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ സെയിൽസ് നല്ല രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ സെയിൽസിൽ കുറച്ച് മോശം വന്നു. നമുക്ക് കട ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു വാല്യുബിൾ കസ്റ്റമേഴ്സ് അപ്പോഴും നമ്മളെ വിടാണ്ട്, അതായത് നമ്മളെ ചേർത്ത് പിടിച്ചു. ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ സെയിൽസിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട അവരുടെ ഓരോ ഫംഗ്ഷൻസ് വരുമ്പോൾ, ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആണെങ്കിൽ കൂടിയും അവർക്ക് വേണ്ട ഡ്രസ്സുകൾ നമ്മളോട് ചോദിക്കുകയും അപ്പോൾ നമ്മൾക്കത് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ വാട്സപ്പ് ത്രൂ ബുക്കിങ്സ് എടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ സെയിൽസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത സമയത്ത് നമ്മളെ കൊണ്ട് ഒരു വാട്സപ്പ് ത്രൂ ബുക്കിങ്സിൽ ബുദ്ധിമുട്ടായി വന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് തിങ്ക് ചെയ്തു. അങ്ങനെയാണ് ഈ ഓറഞ്ച് ഡൈ സൊല്യൂഷൻസ്, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടീമാണ്. അവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു. നമ്മുടെ ബേസിക് നീഡ്സ് അവരുടെ അടുത്ത് പറയുകയും അവർ അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തുകയും ചെയ്തു. വിത്തിൻ 10 ഡേയ്സിൽ തന്നെ നമ്മളുടെ ഒരു സൈറ്റ് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നു. വളരെ സിമ്പിളാണ്, പക്ഷേ ആർക്കും എത്ര അറിയാൻ പാടില്ലാത്തവർക്ക് വേണമെങ്കിലും നമുക്ക് സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്ത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സൈറ്റാണ് അവർ നമുക്ക് ക്രിയേറ്റ് ചെയ്തത്. ഓറഞ്ച് ഡൈസിനെ പറ്റി പറഞ്ഞാൽ അവരുടെ ഒരു മികച്ച ഒരു ആഫ്റ്റർ സർവീസ്, നമ്മൾ സൈറ്റ് തുടങ്ങിക്കഴിഞ്ഞ സൈറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എറർ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് നൈറ്റ് ആണെങ്കിൽ കൂടിയും അവർക്ക് ഏത് സമയത്തും നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫിക്സിങ് ടൈമിംഗ് അല്ല. ഇപ്പോൾ ഒരു 24 hours നമുക്ക് ഏത് ടൈമിലും അവരെ കോൺടാക്റ്റ് ചെയ്ത് നമ്മളുടെ കാര്യം അവർ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ ഇവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അവരുടെ SEO സർവീസും വളരെ എഫക്റ്റീവാണ്. നമ്മൾ ഗൂഗിളിൽ മൂവാറ്റുപുഴയിലുള്ള ബൊട്ടീക്ക് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സൈൽവിന ബൊട്ടീക്കിൻ്റെ പേരാണ് വരുന്നത്. അപ്പോൾ അത് ഇവരുടെ ആ ഒരു സർവീസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് തന്നെ പറയാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ സെയിൽസ് പ്രൊമോഷൻ കൂടുകയാണ് ചെയ്തത്. അതുപോലെ നല്ലൊരു ടീമിനെ വെച്ചിട്ടാണ് നമ്മളിത് തുടങ്ങിയേക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സക്സസ്സിലേക്ക് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റീസ് ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള ഏരിയ വളരെ കൺജസ്റ്റഡ് ആണ്. അപ്പോൾ അത് കുറച്ചുകൂടെ വാസ്റ്റായിട്ടുള്ള ഏരിയയിലേക്ക് ആക്കണമെന്നുള്ളതും എൻ്റെ ഒരു ഡ്രീമാണ്. അതുപോലെ നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എയിമിലേക്ക് എനിക്ക് എത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെയുള്ള സപ്പോർട്ടിനും സ്നേഹത്തിനും നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇനിയും തുടർച്ചയായിട്ടും ഈ ഒരു സ്നേഹവും സഹകരണവും നമ്മളുടെ അടുത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഇസ് രേഖ സംഗീത്, സൈലന്റ് ബൊട്ടിക്, മൂവാറ്റുപുഴ.